ഹായ് വിവേഴ്സ്, CCPA അഥവാ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇങ്ങനെയൊരു സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി CCPA ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയിലെ നിയന്ത്രണ സ്ഥാപനമാണ്. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പ്രത്യേകിച്ച് അന്യായമായ രീതിയിൽ തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഉപഭോക്താക്കളെ ബാധിക്കുന്ന നിയമലംഘനങ്ങൾ എന്നിവ ഇത് ലക്ഷ്യമിടുന്നു. പരമ്പരാഗതമായി നമ്മൾ കാണുന്ന ഉപഭോക്തൃ പരാതി ഫോറങ്ങൾക്കപ്പുറം ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കായി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന വിധം അന്വേഷണങ്ങൾ നടത്താനും തിരിച്ചു വിളിക്കാനും റീഫണ്ടുകൾ ഓർഡർ ചെയ്യാനും നിയമലംഘകരെ ശിക്ഷിക്കാനും വഞ്ചനാപരമായ പരസ്യങ്ങൾ നിരോധിക്കാനും ഇതിന് അധികാരമുണ്ട്. വഞ്ചനാപരമായ പരസ്യങ്ങളുടെ നിർമ്മാതാക്കൾ, പ്രസാധകർ, വിതരണക്കാർ എന്നിവർക്ക് പിഴ ചുമത്താനും CCPAക്ക് അധികാരമുണ്ട്. ഒരു ചീഫ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള കമ്മീഷണർമാർ ഇതിന് മേൽനോട്ടം വഹിക്കുന്നു. ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ വിഭാഗവും ഇതിനുണ്ട്. പരാതികൾ അന്വേഷിക്കാൻ ജില്ലാ കളക്ടർമാർക്കും അധികാരമുണ്ട്. വ്യക്തിഗത പരാതികൾ മാത്രമല്ല, വ്യവസ്ഥാപിതമായ പ്രശ്നങ്ങളും മുൻകൈയെടുത്ത് പരിഹരിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും ഇതിന് സാധിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സ്ഥാപനം സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ അതിന്റെ സംഘാടനം നിയന്ത്രിക്കുന്ന വളണ്ടിയർമാർ പരസ്പരം ബന്ധപ്പെടുന്നതിനായി വോക്കി ടോക്കികൾ ഉപയോഗിക്കുന്നതായി കണ്ടു. എന്നാൽ കേട്ടോളൂ, നമ്മുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ള വിഭാഗങ്ങൾ നൽകുന്ന ലൈസൻസ് ഇല്ലാതെ പൊതുജനങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ലൈസൻസ് വേണ്ടാത്ത വോക്കി ടോക്കികൾ ഉണ്ടല്ലോ എന്നാണ് നിങ്ങളുടെ ന്യായീകരണമെങ്കിൽ അവയ്ക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ വാർത്താ വിതരണ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നിയമവിരുദ്ധമായി ഇത്തരം ഉപകരണങ്ങൾ വിറ്റതിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ച കാര്യത്തെക്കുറിച്ച് പറയാം. സാധാരണക്കാരന് നിയമത്തിലുള്ള അജ്ഞതയും ഇന്ന് നിയമവിരുദ്ധമായ പല വസ്തുക്കളും ഇഷ്ടം പോലെ ഓൺലൈൻ സൈറ്റുകളിലൂടെ ലഭ്യമാവുന്നതും ഇതിനൊരു പ്രധാന കാരണമാണ്. ഇത്തരം നിയമലംഘന ലിസ്റ്റിംഗുകൾ തിരിച്ചറിയുകയും നടപടിയെടുക്കുകയും ചെയ്തത് സംബന്ധിച്ച് വിവരം ഈ കഴിഞ്ഞ ജനുവരി 16 സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വോക്കി ടോക്കികൾ നിയമവിരുദ്ധമായി ലിസ്റ്റ് ചെയ്യുന്നതും വിൽക്കുന്നതും വൻതോതിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCPA ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, മെറ്റ തുടങ്ങി നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിന്റെയും ടെലികോം നിയന്ത്രണങ്ങളുടെ ലംഘനങ്ങൾക്കെതിരെയും ഇവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തിരിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളമുള്ള 16,970 ലിസ്റ്റിംഗുകൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ജിയോ മാർട്ട്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ടോക് പ്രോ, ചിമിയ, മാസ്ക്മാൻ ടോയ്സ്, ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, ആന്ത്രിക്സ് ടെക്നോളജീസ്, വരദാൻ മാർട്ട്, കൃഷ്ണ മാർട്ട് എന്നിവയുൾപ്പെടെ 13ഓളം ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. നിർബന്ധിതവും നിയമപരവുമായ അംഗീകാരങ്ങളോ വെളിപ്പെടുത്തലുകളോ ഇല്ലാതെ നിയന്ത്രിതവും സെൻസിറ്റീവുമായ റേഡിയോ ഫ്രീക്വൻസി ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന വോക്കി ടോക്കികളുടെ വിൽപ്പനക്ക് നിരവധി പ്ലാറ്റ്ഫോമുകൾ സൗകര്യമൊരുക്കുന്നതായി അതോറിറ്റി കണ്ടെത്തുകയായിരുന്നു. ഈ ഉപകരണങ്ങൾ വിൽക്കുമ്പോൾ ഉപഭോക്താക്കളോട് ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ നൽകാതെയാണ് അവ വിറ്റത് എന്നാണ് കണ്ടെത്തൽ. 1. ഉപകരണം പ്രവർത്തിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി, ഉപകരണത്തിന് സർക്കാർ ലൈസൻസ് ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നില്ല. ഈ ഉപകരണങ്ങൾക്ക് ETA അംഗീകാരം നേടിയിട്ടുണ്ടോ എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിരുന്നില്ല. വയർലെസ് ഉപകരണങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അംഗീകാരമുള്ളതും സുരക്ഷിതവുമാണ് എന്ന് ഉറപ്പാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നൽകുന്ന നിർബന്ധിത സാങ്കേതിക അംഗീകാരമാണ് ETA. 3. ഈ ഉപകരണങ്ങളിൽ പലതും അൾട്രാ ഹൈ ഫ്രീക്വൻസി അഥവാ UHF ബാൻഡിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇത് പോലീസ്, എമർജൻസി കമ്മ്യൂണിക്കേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസികൾ തുടങ്ങിയ നിർണായക ആശയവിനിമയ ശൃംഖലകൾക്കായി ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രിത സ്പെക്ട്രമാണ്. നിരവധി ഇത്തരം ഉൽപ്പന്നങ്ങൾ ലൈസൻസ് ഫ്രീ ആണ് എന്ന തെറ്റായി പരസ്യപ്പെടുത്തി അവയുടെ ഉപയോഗത്തിന് സർക്കാർ അംഗീകാരം ആവശ്യമാണെന്ന കാര്യം മറച്ചുവെച്ച് കളിപ്പാട്ടങ്ങൾ പോലെ വിൽപ്പന നടത്തി നിരവധി കിലോമീറ്റർ വയർലെസ് ആയി ഇങ്ങനെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഉപകരണങ്ങൾ പോലും ഇങ്ങനെ വിൽപ്പന നടത്തിയെന്നാണ് കണ്ടെത്തൽ. പല ഉൽപ്പന്ന ലിസ്റ്റിംഗുകളിലും പ്രവർത്തിക്കുന്ന ഫ്രീക്വൻസി, ഉപകരണത്തിന്റെ തരം, അതിന്റെ അംഗീകാരം തുടങ്ങിയ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഒന്നും തന്നെ വ്യക്തമായി പരാമർശിച്ചിട്ടില്ല. ഇന്ത്യയിൽ വോക്കി ടോക്കികളുടെ വിൽപ്പന, ഇറക്കുമതി, ഉപയോഗം എന്നിവ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885, ഇന്ത്യൻ വയർലെസ് ആൻഡ് ടെലിഗ്രാഫി ആക്ട് 1933, ലോ പവർ ഷോർട്ട് റേഞ്ച് റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങളുടെ ഉപയോഗത്തിനായി അവയെ ലൈസൻസിംഗിൽ നിന്ന് ഒഴിവാക്കൽ നിയമം 2018,
തുടങ്ങിയവക്ക് വിധേയമാണ്. 446 മുതൽ 446.2 മെഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡിനുള്ളിൽ കർശനമായി പ്രവർത്തിക്കുന്ന വോക്കി ടോക്കികൾക്ക് മാത്രമേ ലൈസൻസിംഗിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അത്തരം ലൈസൻസ് ഒഴിവാക്കപ്പെട്ട ഉപകരണങ്ങൾ പോലും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ മുമ്പ് ETA സർട്ടിഫിക്കേഷൻ നേടിയിരിക്കണം. ഈ നിബന്ധനകൾ പാലിക്കാത്ത സാധനങ്ങൾ വിൽക്കുന്നത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം, അന്യായമായ വ്യാപാര രീതി, സേവനത്തിലെ പോരായ്മ തുടങ്ങിയ കുറ്റങ്ങളായി കണക്കാക്കും. കൂടാതെ ഇത് 2020 ഇ-കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളുടെയും ലംഘനമാണ്. ഇത്തരം ലംഘനങ്ങൾ തടയാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ആഭ്യന്തര മന്ത്രാലയവും യോജിച്ച് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വോക്കി ടോക്കികൾ ഉൾപ്പെടെയുള്ള റേഡിയോ ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ലിസ്റ്റിംഗും വിൽപ്പനയും തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ 2025 തുടക്കത്തിൽ തന്നെ CCPA മുഖേന വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലിസ്റ്റിംഗുകൾ അനുവദിക്കുന്നതിന് മുമ്പ് വയർലെസ് ഉപകരണത്തിന്റെ ഫ്രീക്വൻസികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിൽപ്പനയ്ക്ക് മുമ്പ് ETA സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഉപഭോക്താക്കളെ ലൈസൻസിന്റെ ആവശ്യകതകൾ വ്യക്തമായി ബോധ്യപ്പെടുത്തണം. ലൈസൻസ് വേണ്ടാത്തത് എന്നത് പോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ പാടില്ല. ഇത്തരം നിയമവിരുദ്ധ ലിസ്റ്റിംഗുകൾ ഉണ്ടെങ്കിൽ അവ ഓട്ടോമേറ്റഡ് മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അവരുടെ ബാധ്യതയാണ്. CCPA ഇവയിൽ 8 കേസുകളിൽ അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മീഷോ അഥവാ ഫാഷനിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ടോപ്പ് പ്രോ ഐക്കോനെറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാസ്ക്മാൻ ടോയ്സ്, ചിമിയ, ജിയോ മാർട്ട്, മെറ്റ പ്ലാറ്റ്ഫോംസ് ഇൻകോർപ്പറേറ്റഡ് അഥവാ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ഫ്ലിപ്കാർട്ട് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആമസോൺ സെല്ലർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയവയാണ് അവ. ഇതുകൂടാതെ ആൻഡ്രിക്സ് ടെക്നോളജീസ്, ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, വർദ്ധാൻ മാർട്ട്, കൃഷ്ണ മാർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെ നിലവിൽ അന്വേഷണത്തിന്റെയോ വാദം കേൾക്കലിന്റെയോ വിവിധ ഘട്ടങ്ങളിലാണ് എന്നും ഇത് സംബന്ധമായി പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. Chimia.com സംബന്ധിച്ച വിഷയത്തിൽ UHF 400 മുതൽ 470 മെഗാഹെർട്സ് ബാൻഡിൽ പ്രവർത്തിക്കുന്ന റീചാർജ് ചെയ്യാവുന്ന 2-വേ വോക്കി ടോക്കി റേഡിയോകൾ പ്ലാറ്റ്ഫോമിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് CCPA കണ്ടെത്തി. വിദേശത്ത് നിന്നാണ് ഈ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തത്. കൂടാതെ 446 to 446.2 മെഗാഹെർട്സ് ബാൻഡിനുള്ളിൽ കർശനമാക്കിയ ETA അംഗീകാരം ഉൾപ്പെടെയുള്ളതൊന്നും ഇല്ലാതെയാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിയമപരമായ അംഗീകാരങ്ങൾ ഇല്ലാതെ അത്തരം ഉപകരണങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാനോ പരസ്യപ്പെടുത്താനോ വിൽക്കാനോ പാടുള്ളതല്ല. ആയതിനാൽ ഈ പ്ലാറ്റ്ഫോം ഉചിതമായ ജാഗ്രത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമവും രാജ്യത്തെ ടെലികോം ചട്ടങ്ങളും ലംഘിച്ചുവെന്നും CCPA കണ്ടെത്തി. ലൈസൻസിംഗ് ആവശ്യകതകളെ പറ്റിയും നിയന്ത്രണ പാലനത്തെ പറ്റി കുറിച്ചും വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ഇല്ലാതെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ജിയോ മാർട്ട് വോക്കി ടോക്കി ഉപകരണങ്ങൾ വിൽപ്പനക്കായി ലിസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. നിർബന്ധമായി നൽകേണ്ട വിവരങ്ങൾ ഒഴിവാക്കുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ അനധികൃത ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമപരവും സാങ്കേതികവുമായ അപകട സാധ്യതകൾക്ക് കാരണമാകും എന്നതും ഒരു വസ്തുതയാണ്. UHF-ൽ 400 മുതൽ 1200 മെഗാഹെർട്സ് ഉൾപ്പെടെയുള്ള വിശാലമായ ഫ്രീക്വൻസി ശ്രേണികളിൽ പ്രവർത്തിക്കുന്ന വോക്കി ടോക്കി ഉപകരണങ്ങൾ ടോപ്പ് പ്രോ ഐക്കോനെറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിസ്റ്റ് ചെയ്യുകയും വിൽക്കുകയും ചെയ്തതായി CCPA കണ്ടെത്തി. 100% നിയമപരവും ലൈസൻസ് വേണ്ടാത്തതും ആണ് എന്ന് തെറ്റായി പരസ്യപ്പെടുത്തി. ലൈസൻസിംഗ് ബാധ്യതകളോ ETA ആവശ്യകതകളോ വെളിപ്പെടുത്താതെയാണ് ഈ ഉപകരണങ്ങൾ വിറ്റതെന്നും അന്വേഷണങ്ങൾ കണ്ടെത്തി. മീഷോ അഥവാ ഫാഷനിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കാര്യത്തിൽ നിർബന്ധിത ലൈസൻസിംഗ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ വിശദാംശങ്ങൾ നൽകാതെ വോക്കി ടോക്കി ഉപകരണങ്ങൾ വലിയ തോതിൽ ലിസ്റ്റ് ചെയ്യുകയും വിൽക്കുകയും ചെയ്തത് CCPA കണ്ടെത്തി. പ്ലാറ്റ്ഫോമിലെ നിരവധി വോക്കി ടോക്കി ലിസ്റ്റിംഗുകൾ ETA സർട്ടിഫിക്കേഷനോ ഫ്രീക്വൻസി സ്പെസിഫിക്കേഷനോ വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ വിൽപ്പനക്കാരുടെ സ്ഥിരീകരണമോ നിയമാനുസൃത വിവരങ്ങളോ പ്രദർശിപ്പിക്കാൻ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞിട്ടുമില്ല. ഇനി മാസ്ക്മാൻ ടോയ്സിന്റെ കാര്യത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വോക്കി ടോക്കികൾ കളിപ്പാട്ടങ്ങളായി വിപണനം ചെയ്യുകയും ഉപകരണങ്ങളുടെ സാങ്കേതിക വിവരങ്ങൾ കളിപ്പാട്ടങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും അടിസ്ഥാന നിയന്ത്രണ വിവരങ്ങൾ ഇല്ലാത്തതു കാരണവും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ നിയമസാധുത ഉറപ്പാക്കൽ അസാധ്യമാക്കി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഗുരുതരമായ വീഴ്ചയാണ് ഇത്. ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ ഫ്രീക്വൻസി വിവരങ്ങൾ, ലൈസൻസിംഗ് ആവശ്യകതകൾ, ETA, WPC സർട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നിവയുമായി ബന്ധപ്പെട്ട നിർബന്ധിത വിവരങ്ങളില്ലാതെയാണ് വോക്കി ടോക്കി ഉപകരണങ്ങൾ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തത്.
ഫ്ലിപ്കാർട്ടിലെ ധാരാളം വിൽപ്പനക്കാർ ഈ രീതിയിൽ ഉപകരണങ്ങൾ ലിസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗണ്യമായ വിൽപ്പനക്കും കാരണമായി. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിന്റെ കാര്യത്തിലാണെങ്കിൽ ലൈസൻസിംഗ് ആവശ്യകതകൾ, ഫ്രീക്വൻസി സ്പെക്ട്രം സ്പെസിഫിക്കേഷനുകൾ അല്ലെങ്കിൽ ETA, WP സർട്ടിഫിക്കേഷൻ എന്നിവ വെളിപ്പെടുത്താതെയാണ് വാക്കി ടോക്കി ഉപകരണങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അത്തരം ലിസ്റ്റിംഗുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണെന്നും ഇത്തരം ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് കണ്ടെത്തുന്നതിനും അവ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതും പ്ലാറ്റ്ഫോമുകൾ അവയുടെ സ്കെയിലിനും സാങ്കേതിക ശേഷിക്കും അനുസൃതമായ ജാഗ്രത പാലിക്കണമെന്നുണ്ടെന്നും അതോറിറ്റി അഭിപ്രായപ്പെട്ടു. ആമസോൺ സെല്ലർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേഴ്സണൽ മൊബൈൽ റേഡിയോകൾ എന്നറിയപ്പെടുന്ന നിരവധി വോക്കി ടോക്കികൾ ആവശ്യമായ നിയമപരമായ അംഗീകാരങ്ങളില്ലാതെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്ത് വിൽപ്പന നടത്തിയതിന് CCPA സ്വമേധയാ കേസെടുത്തു. അവയിൽ മിക്കതും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും ബാൻഡുകളും അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കേഷനോ വെളിപ്പെടുത്താത്തവയാണ്. ചില ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നും മൂന്നാം കക്ഷി വിൽപ്പനക്കാർ ലിസ്റ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഉത്തരവാദികളല്ലെന്നും അവകാശപ്പെട്ടുവെങ്കിലും CCPA അത് അംഗീകരിച്ചില്ല. ഇത്തരം വിൽപ്പന നിയന്ത്രണങ്ങളുള്ള ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിംഗ്, പ്രമോഷൻ, വിൽപ്പന എന്നിവ അനുവദിക്കുന്നത് പ്ലാറ്റ്ഫോമുകൾക്ക് അതിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് CCPA വ്യക്തമാക്കി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ശരിയായ പരിശോധനകളും കൃത്യമായ ജാഗ്രതയും നടത്തുമ്പോൾ മാത്രമേ അത്തരം സംരക്ഷണം ലഭ്യമാകൂ. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മെറ്റ എന്നിവക്ക് 10 ലക്ഷം രൂപ വീതവും ചിമിയ, ജിയോമാർട്ട്, ടോക് പ്രോ, മാസ്മാൻ ടോയ്സ് എന്നിവക്ക് 1 ലക്ഷം രൂപ വീതവും അതോറിറ്റി പിഴ ചുമത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. വോക്കി ടോക്കികളും മറ്റ് റേഡിയോ ഉപകരണങ്ങളും ആവശ്യമായ സർക്കാർ അനുമതി ഇല്ലാതെ ലിസ്റ്റ് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ CCPA എല്ലാ പ്ലാറ്റ്ഫോമുകളോടും ഇതോടൊപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകൾ പതിവായി സ്വയം ഓഡിറ്റുകൾ നടത്താനും അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ പ്രസിദ്ധീകരിക്കാനും നിയമം പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ലെങ്കിൽ നിയന്ത്രിതമായ വയർലെസ് ഉപകരണങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് നടത്തുമ്പോൾ ഉപഭോക്താക്കൾ പ്രധാനമായും ഓൺലൈൻ വിവരങ്ങളെയും സ്പെസിഫിക്കേഷനുകളെയും ആശ്രയിക്കുന്നു എന്നതിനാൽ നിലവാരമില്ലാത്തതും നിയമവിരുദ്ധവുമായ വോക്കി ടോക്കികളുടെ വിൽപ്പന ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിയമപരമായ പ്രശ്നങ്ങൾക്ക് വിധേയമാക്കുകയും വിപണിയിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. റേഡിയോ ആശയവിനിമയ ഉപകരണങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ കർശനമായ നിയന്ത്രണ പരിശോധന നടത്തേണ്ടതും കൃത്യമായ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തേണ്ടതും നിർബന്ധമാണെന്ന് എല്ലാ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളെയും അറിയിച്ചതായും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കും മുമ്പ് നിയമപരമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കാതിരുന്നാൽ ഭാവിയിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് വലിയ നിയമപ്രശ്നങ്ങൾ തന്നെയാവും. ഇതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.